നമസ്കാരം. അധികാരം കയ്യിലിരുന്നപ്പോൾ ആരും ചോദിക്കാനും വരാനുമില്ലെന്ന അഹങ്കാരത്തിൽ എന്തും കാട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന് വലിയൊരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ്. കേരളത്തെ ആകെ ഞെട്ടിച്ച മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിന്റെ LDF സർക്കാരിലേക്കും നേരിട്ട് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തന്റെ മകൾ വീണ വിജയന് CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് ലക്ഷങ്ങൾ മാസപ്പടിയായി ലഭിച്ചതിന് പിന്നിൽ അന്ന് അധികാരത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ ആ കമ്പനിക്ക് ചെയ്തു കൊടുത്ത വഴിവിട്ടതും അസ്വാഭാവികവുമായ സഹായങ്ങളാണെന്ന കൃത്യമായ നിഗമനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസി എത്തി നിൽക്കുന്നത്. ഇന്നലെ കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച് നീണ്ട 10 മണിക്കൂറാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ തനിക്ക് അസ്വാഭാവികതയൊന്നും തോന്നുന്നില്ലെന്ന് വീണ മൊഴി നൽകിയെങ്കിലും ആ കള്ളക്കഥകളൊന്നും വിശ്വസിക്കാനായി ED തയ്യാറായിട്ടുമില്ല. ഇക്കഴിഞ്ഞ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവരുമെന്ന് ഉറപ്പായതോടെ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പുകൾ ആകെ പരിഭ്രാന്തിയിലാണ്. സത്യത്തിലെ ഈ ചോദ്യം ചെയ്യൽ ഈ മാസം 29-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എങ്കിലും അസൗകര്യം കാരണം വീണ അത് മാറ്റാനായി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിലെ 134 അനുബന്ധ രേഖകൾ കഴിഞ്ഞ ദിവസം EDയുടെ കയ്യിൽ കിട്ടിയതോടെ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. കരിമണൽ കമ്പനിയും വീണയുമായി നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും അതീവ സുപ്രധാന രേഖകളാണിത്. ഇതോടെ ED ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ച് ഇന്നലെ തന്നെ അടിയന്തരമായി ഹാജരാകാൻ വീണയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ രാവിലെ 9:30-യോടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പം വീണ വിജയൻ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകേണ്ടതായി വന്നു. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ എക്സാലോജിക് കമ്പനി CMRLന് എന്ത് സോഫ്റ്റ്വെയർ സേവനമാണ് നൽകിയതെന്നും വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ എന്ത് ചെയ്തുമെന്നുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു രേഖയും ഹാജരാക്കാനായി വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് വീണയുടെ HDFC ബാങ്കിലെ ലോക്കർ അടക്കം ED തുറന്നു പരിശോധിച്ച് വൻ തെളിവുകൾ ശേഖരിച്ചത്. ഇന്നലത്തെ 10 മണിക്കൂർ ചോദ്യം ചെയ്യലിൽ ചോദ്യങ്ങളെല്ലാം വന്നത് വീണയ്ക്ക് നേരെ മാത്രമായിരുന്നില്ല. അച്ഛൻ പിണറായി വിജയന് ഈ കരിമണൽ കമ്പനിയുമായുള്ള അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് കൂടിയാണ്. ഒരു സാധാരണ IT കമ്പനി നടത്തുന്ന വീണ വിജയന് ഈ കരിമണൽ കമ്പനിയുമായി എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്പത്തിക ബന്ധം വരുന്നത്? മുഖ്യമന്ത്രി എന്ന സുപ്രധാന പദവിയിൽ ഇരുന്ന് പിണറായി വിജയൻ CMRL കമ്പനിക്ക് തോട്ടപ്പള്ളിയിലും മറ്റും കരിമണൽ ഖനനത്തിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ഉപകാര സ്മരണയല്ലേ ഈ മാസപ്പടി പണം? സത്യത്തിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന് കിട്ടേണ്ട അഴിമതി പണം നിയമത്തിന്റെ കണ്ണിൽ നിന്ന് വെട്ടിക്കാൻ വേണ്ടി മകളുടെ എക്സാലോജിക് എന്ന കപട കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വകമാറ്റി കടത്തുകയായിരുന്നില്ലേ? ഈ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ED കൃത്യമായ തെളിവുകളോടെ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് കമ്പനികൾക്ക് വഴിവിട്ട് ഫയലുകൾ ഒപ്പിട്ട് നൽകുക, അതിന് പകരമായി മകൾ മാസപ്പടി വാങ്ങുക, ഇതിനേക്കാൾ വലിയ കൊള്ളയും അഴിമതിയും വേറെ എവിടെയാണ് നടന്നിട്ടുള്ളത്? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ കമ്പനിയുമായി നേരിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിലേക്ക് ED ചോദ്യങ്ങൾ നീട്ടിയപ്പോൾ വീണ വിജയന് കൃത്യമായ മറുപടികളില്ലാതെ ഉരുണ്ട് കളിക്കേണ്ടതായി വന്നു. അതുകൊണ്ട് തന്നെ വീണയുടെ 3ാം ഘട്ട ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ കേസിൽ CMRL കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെയും ED ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് തെളിവുകൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഴിമതികൾ നടത്തിയും ജനങ്ങളെ പറ്റിച്ച് പണം സമ്പാദിച്ചും എത്ര കാലം സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചാലും നിയമത്തിന് മുന്നിൽ ഒരു ദിവസം എല്ലാം വെളിച്ചത്താകുമെന്നതിന്റെ തെളിവാണ് ഈ ഒരു മാസപ്പടി കേസ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും മേൽ EDയുടെയും SFIOയുടെയും അന്വേഷണങ്ങൾ മുറുകുമ്പോൾ ഇടതു ഭരണകാലത്ത് നടന്ന കൊള്ളകളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്.